Welcome to a new session of MA Academia. So, we will discuss the FM receiver, frequency modulated wave receive concept. So, in block diagram, we will study frequency modulation. അതായത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കാരിയറിലോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിൽ വരുത്തുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് ബേസ് ബാൻഡ് സിഗ്നൽ അനുസരിച്ച് കാരിയറിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കേസിൽ, ഫ്രീക്വൻസി മാത്രമാണ് നമ്മൾ വേരി ചെയ്യണത്. അപ്പോൾ അത് ഫ്രീക്വൻസി മോഡുലേഷനാണ്. അങ്ങനെ മോഡുലേറ്റ് ചെയ്യുന്ന വേവിനെ നമ്മൾ അവിടെ നിന്ന് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. വൺസ് നമ്മളത് റിസീവ് ചെയ്യുന്ന സൈഡിലുള്ള ബ്ലോക്ക് ഡയഗ്രം ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ AM റിസീവർ പഠിച്ചു, സൂപ്പർ ഹെട്രോഡൈൻ AM റിസീവർ. അതിൻ്റെ സെയിം കൺസെപ്റ്റാണ് FM റിസീവറിന് വരുന്നത്, മറ്റൊരു ബ്ലോക്കിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ AM റിസീവറിലുള്ള പോലെ തന്നെ നമുക്കൊരു ആൻറ്റിന ഉണ്ട്. ആൻറ്റിനേനെ അത് റിസീവ് ചെയ്തിട്ട് RF ആംപ്ലിഫയറിൽ വരും. റേഡിയോ ഫ്രീക്വൻസി തന്നെയാണ്. നോർമലി FM സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് സിഗ്നൽസ് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽസ് നമ്മൾ FM കേൾക്കത്തില്ലേ, അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ FM മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യണത്. മ്യൂസിക് ആസ് വെൽ ആസ് ഓഡിയോ സിഗ്നൽസ് ആണ് കൂടുതലും നമ്മളതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ AM റിസീവറിനെ പോലെ തന്നെ ആൻറ്റിന ഉണ്ട്, RF ആംപ്ലിഫയർ ഉണ്ട്, മിക്സർ ഉണ്ട്, ദെൻ IF ആംപ്ലിഫയർ, അത് കഴിഞ്ഞിട്ട് ഒരു ലിമിറ്റർ ഉണ്ട്. ആ ലിമിറ്റർ ഏതിൻ്റെ കേസിലുണ്ടായിരുന്നില്ല, AMൻ്റെ കേസിൽ ആ ലിമിറ്റർ ഇല്ല. അപ്പോൾ ലിമിറ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ബാക്കി എല്ലാത്തിൻ്റെയും വർക്കിംഗ് സെയിം ആസ് ദാറ്റ് ഓഫ് AM ആണ്. ലിമിറ്ററിൻ്റെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം AM മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ഒരു വേവ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിലാണ് വേരിയേഷൻസ് വരണത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ആംപ്ലിറ്റ്യൂഡിനകത്താണ് ഇൻഫർമേഷൻ ഇരിക്കുന്നത് AMൻ്റെ കേസിൽ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു FM ആ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് മാറ്റമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയാണ് എന്ത് ചെയ്യുക, ഫ്രീക്വൻസിയാണ് മാറി മാറി വരണത്. ആംപ്ലിറ്റ്യൂഡ് വിൽ ബി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു FM റിസീവറിന് അറിയാം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രേ വരത്തുള്ളൂ അല്ലേ. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് FM മോഡുലേറ്റഡ് വേവ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ചാനലിൽ കൂടെ അത് പാസ് ചെയ്ത് റിസീവ് ചെയ്യുന്ന ആ ടൈമിൽ ആ ചാനലിൽ വെച്ചിട്ട് എന്തെങ്കിലും നോയ്സസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോയ്സ് കൂടുതലായിട്ടും ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡിനാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സ്പൈക്ക് പോലെയൊക്കെ ചെറിയ ചെറിയ സ്പൈക്സോ അതൊക്കെ ആംപ്ലിറ്റ്യൂഡിനകത്ത് എഫക്റ്റ് ചെയ്യും. പക്ഷേ ആസ് വി നോ റിസീവർ സൈഡിൽ നമുക്കറിയാം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡേ വരത്തുള്ളൂ, അതിൻ്റെ മേളിലോട്ട് ഒന്നും പോകത്തില്ല, കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. കാരണം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നോയ്സ് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലിമിറ്റർ വയ്ക്കും. നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന്, ആ ആംപ്ലിറ്റ്യൂഡിനോട്ട് അതിനെ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പറോ അല്ലെങ്കിൽ ലിമിറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് നമ്മുടെ സിഗ്നൽ അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ നോയ്സിനും നമുക്ക് എന്ത് ചെയ്ത് കളയാൻ പറ്റും, ലിമിറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നും പോകുന്നില്ല, കാരണം ആംപ്ലിറ്റ്യൂഡിൽ ഇൻഫർമേഷൻ ഇല്ല. ഇൻഫർമേഷൻ നമ്മൾ ക്യാരി ചെയ്യുന്നത് ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ നമ്മളത് ലിമിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നോയ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയാനായിട്ട്, ലിമിറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അതൊരിക്കലും ആംപ്ലിറ്റ്യൂഡിൽ പറ്റില്ല. ആംപ്ലിറ്റ്യൂഡിൽ നമ്മളങ്ങനെ നോയ്സ് എഫക്റ്റഡ് ആവും, പക്ഷേ അതിന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡിലാണ് ഇൻഫർമേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അത് പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ വർക്കിംഗ് സെയിം ആസ് ദാറ്റ് ഓഫ് AM റിസീവറാണ്. ഇതിനെയും സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ തന്നെയാണ് പറയണത്. അത് ഹെട്രോഡൈൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മിക്സിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഹെട്രോഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ആദ്യം മുതൽ നോക്കാം. നമുക്ക് ആദ്യം ഒരു ആൻറ്റിന ഉണ്ട്. അപ്പോൾ റിസീവിങ് ആൻറ്റിനയാണ്. ഈ ആൻറ്റിന എന്ത് ചെയ്യും, നമ്മുടെ RF സിഗ്നൽസിനെ നോർമലി റേഡിയോ ഫ്രീക്വൻസിയിൽ തന്നെ വെരി ഹൈ ഫ്രീക്വൻസീസ് ആണ് നമ്മൾ FMന് ഉപയോഗിക്കുന്നത്. FMൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 88 to 108 മെഗാഹെർട്സ്. നമ്മളിപ്പം ഫോണിലൊക്കെ FM സ്റ്റേഷൻസ് സെലക്ട് ചെയ്യില്ലേ, ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നതിനകത്തുള്ളത് 88 to 108 മെഗാഹെർട്സ് റേഞ്ചാണ്. അപ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ഉണ്ടെങ്കിൽ ആ സിഗ്നൽസിന് എത്ര വീക്കാണെങ്കിലും അതിനെ റിസീവ് ചെയ്യുന്ന ആളാണ് എന്ത്, ആൻറ്റിന. ആ റിസീവ് ചെയ്യുന്ന സിഗ്നലിന് നേരെ ഫെഡ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, RF സിഗ്നലിന് നമ്മൾ കൊടുക്കുന്നത് RF ആംപ്ലിഫയറിലോട്ടാണ്. അപ്പോൾ RF ആംപ്ലിഫയർ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീക്കായിട്ടുള്ള RF സിഗ്നൽസിന് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്തെടുക്കും, ബൂസ്റ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതിനുശേഷം ആ സിഗ്നലിനെ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുക, മിക്സറിൽ കൊടുക്കും. മിക്സറിനകത്ത് ഈ RF എന്നുള്ള നമ്മുടെ സിഗ്നലും അതേപോലെ ലോക്കൽ ഓസിലേറ്റർ, നമുക്കറിയാം ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഒരു ലോ ഫ്രീക്വൻസി അല്ല, ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ലോക്കൽ ഓസിലേറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ലോക്കൽ ഓസിലേറ്ററിനകത്ത് ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അപ്പോൾ നോർമലി FS plus FL ഉണ്ടാവും,
FS മൈനസ് FL ഉണ്ടാവും മിക്സിംഗ് ആക്ഷൻസ് നടക്കുമ്പോൾ. ഈ മിക്സിംഗ് ആക്ഷനെയാണ് നമ്മൾ ഹെറ്ററോഡൈൻ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസിയിൽ നമ്മൾ FS മൈനസ് FL ആണ് നമ്മൾ എടുക്കുക. അത് ഒരു ഇൻ്റർമീഡിയറ്റ്, അപ്പോൾ ഒരു ചെറിയൊരു ഫ്രീക്വൻസിയിലോട്ട് വരും. FM-ൻ്റെ കേസിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എൻ്റെ കേസിൽ 455 ആയിരുന്നെങ്കിൽ FM-ൻ്റെ കേസിൽ 10.7 മെഗാഹെർട്സ് റേഞ്ചാണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി വരും. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ നമ്മളൊന്ന് എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ലിമിറ്റർ ഉപയോഗിക്കും. ലിമിറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോയ്സ് എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് FM ഈസ് വെരി ഹൈലി ഇമ്മ്യൂൺ ടു എന്താണ്, നോയ്സ് ആണ്. ഓക്കെ, അതിനുശേഷം FM ഡിറ്റക്ടർ ആണ്. അപ്പോൾ FM ഡിറ്റക്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് കാരിയറിനെയും നമ്മുടെ മെസ്സേജിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഓഡിയോ സിഗ്നലിനെ അതിനകത്ത് ഡിമോഡുലേറ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഓഡിയോ സിഗ്നലിനെ എടുക്കുന്ന പ്രോസസ്സാണ് FM ഡിറ്റക്ടർ. അപ്പോൾ ഇത് നമുക്ക് FM-ൻ്റെ ഔട്ട്പുട്ട് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഓഡിയോ സിഗ്നലായിരിക്കും. ഇനി ഓഡിയോ സിഗ്നൽ നമ്മൾ ഓഡിയോ പവർ ആംപ്ലിഫയറിൽ ഫെഡ് ചെയ്യും. സച്ച് ദാറ്റ് ഓഡിയോ പവർ ആംപ്ലിഫയർ ആണെങ്കിൽ ലൗഡ് സ്പീക്കർ ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിലോട്ട് അതിൻ്റെ പവറിനെ ബൂസ്റ്റ് ചെയ്ത് ലൗഡ് സ്പീക്കറിൽ കൊടുക്കണം. ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നലാണ്. ഇലക്ട്രിക്കലിനെ സൗണ്ട് ആക്കുന്ന ആളാരാണെന്ത്, നമുക്ക് കേൾക്കാവുന്ന രീതി FM സിഗ്നൽ ആക്കുന്നതാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഓഡിയോ സിഗ്നൽ ആക്കുന്നതാണ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ ഹാപ്പനിങ് ഇൻ AM അല്ല FM റിസീവർ. ഓക്കെ, അപ്പോൾ സെയിം കൺസെപ്റ്റ്സ് തന്നെയാണ് AM-നും FM-നും. ഒരൊറ്റ ബ്ലോക്കിൽ വ്യത്യാസമുള്ളൂ. IF ആംപ്ലിഫയറിനും FM ഡിറ്റക്ടറിനും ഇടയ്ക്ക് ലിമിറ്ററാണ്. ഓക്കെ, അപ്പം ഇത്ര ഓർത്തിരിക്കാം. AM-ൻ്റെ 455 ആയിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് FM റിസീവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10.7 മെഗാഹെർട്സ് ആണ് കേട്ടോ. FM സിഗ്നൽസിൽ നോർമലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 88 to 108 മെഗാഹെർട്സ് ആണ്. മെയിൻലി മ്യൂസിക് ആസ് വെൽ ആസ് ഓഡിയോ സിഗ്നൽസ് ആണ് നമ്മളിതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിന നമുക്ക് ആവശ്യമുള്ള വീക്ക് സിഗ്നലിനെ ആ സിഗ്നലിനെ നല്ല പിക്ക് ചെയ്തിട്ട് RF ആംപ്ലിഫയറിൽ കൊടുക്കും. RF ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്യും. മിക്സറിൽ നമ്മളിതിനെ മിക്സ് ചെയ്യും. ലോക്കൽ ഓസിലേറ്റർ എന്നുള്ള ഫ്രീക്വൻസിയും ആസ് വെൽ ആസ് FS സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ആംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്ററിൽ കൊടുക്കും. ലിമിറ്റർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനകത്ത് വന്നിരിക്കുന്ന നോയ്സിനെയൊക്കെ ലിമിറ്റ് ചെയ്ത് അതിനകത്ത് നോയ്സ് ഫ്രീ ആക്കി നമ്മൾ അതിനെന്ത് ചെയ്യും, FM ഡിറ്റക്ടറിൽ കൊടുക്കും. FM ഡിറ്റക്ടർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നുള്ള സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്യും. കാരിയറിനെ മെസ്സേജിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഓഡിയോ സിഗ്നലിനകത്ത് ജനറേറ്റ് ചെയ്യും. FM ഡിറ്റക്ടറിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റർ എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ ആക്ച്വലി. അപ്പോൾ നമ്മുടെ FM ഡിറ്റക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓഡിയോ സിഗ്നലാണ്. ആ ഓഡിയോ സിഗ്നലിനെ പിന്നീട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. സച്ച് ദാറ്റ് പവർ ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ലൗഡ് സ്പീക്കറിൽ ഫെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ലൗഡ് സ്പീക്കറിനെ ഡ്രൈവ് ചെയ്യാനുള്ള രീതിയിലൂടെ ആ സിഗ്നലിനെ കണ്ടീഷൻ ചെയ്തെടുക്കും. അതിനുശേഷം ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ സിഗ്നലിന് സൗണ്ട് വേവ് ഓഡിയോ സിഗ്നലായിട്ട് നമുക്ക് തരും. ഓക്കെ, ഇത്രയാണ് FM റിസീവറിൻ്റെ വർക്കിംഗ്. അപ്പോൾ രണ്ടിനും കൂടെ ഒരു കോമൺ വർക്കിംഗ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് AM FM എഴുതാം. സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹെറ്ററോഡൈൻ AM ചോദിച്ചാൽ AM തന്നെ എഴുതാം. സൂപ്പർ ഹെറ്ററോഡൈൻ FM ചോദിച്ചാൽ FM എഴുതാം. അപ്പോൾ രണ്ടിൻ്റെയും ബ്ലോക്ക് ഡയഗ്രാം ഇസ് സിമിലർ, ഒരു എക്സെപ്റ്റ് ലിമിറ്റഡ് കേട്ടോ. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് സൂപ്പർ ഹെറ്ററോഡൈൻ FM റിസീവർ. Okay, thanks for listening.